ചേനയുടെ ഉപ്പേരി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാട്ടോ. കുറേ കൂട്ടുകാരായി ചോദിക്കണു. അപ്പോൾ നമ്മളിതാ ചേനയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയൊക്കെ അരിഞ്ഞു വെച്ചു. കടുക് ഇത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയാറായി. ഇതായി നമുക്ക് ചേനയുടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ചിലർ ചോദിക്കണ്ടായി ചൊറിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി വാരിയോണ്ട് ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ചേനയുടെ ഇല ഇത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. സാധാരണ ഇപ്പോൾ നമ്മൾ മുരിങ്ങ ഉപ്പേരിയൊക്കെ വെക്കുന്നത് പോലെ ഇത് നന്നായിട്ട് കുറഞ്ഞു വരും. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറഞ്ഞു വരും. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നാളികേരമില്ലേ, നമ്മൾ തേങ്ങ ചിരവിയത് മാത്രമല്ല, തേങ്ങ ചിരവിയത് പ്ലസ് നമ്മൾ പച്ചമുളകും കൂടെയാണ് ഇതിലേക്ക് ചതച്ചിടുകയാണ് കേട്ടോ വേണ്ടത്. ഇതിനിടയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സംഭവം കഴിഞ്ഞു. നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും വരില്ല. കുറേ പേർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ചൊറിയെന്നുള്ള പേടി ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കോളൂ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓണത്തിന് ഇങ്ങനെ മിനിങ്ങി ചെത്തി നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റ് ആട്ടോ കാണിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കുപ്പിവള സെറ്റ് 24 എണ്ണം വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കുപ്പിവളയാണ്. നിങ്ങൾക്കിപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ ഗോൾഡൻ ഏത് ഡ്രസ്സിൻ്റെ കൂടിയും പെയർ ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈറലായിട്ടുള്ളൊരു കുപ്പിവളയായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞാമി ഇതാ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളോടും കൂടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വേഗം ഓടിപ്പോവാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാൻറ്റും ടോപ്പും ഷോളും കൂടിയാണ്. എല്ലാത്തിലും വർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ ഹെവി എംബ്രോയിഡറി വർക്കാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കളർ ഷോളാണ് കേട്ടോ വന്നിരിക്കുന്നത്. 1000 സംതിങ് ആണ് ഇതിന് റേറ്റ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുപ്പിവളയും സൂപ്പറാണേ.